മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടിയാകാം മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്ന PV അൻവർ MLA. പാർട്ടിക്ക് റിയാസ് മാത്രം മതിയോ എന്നും PV അൻവർ ചോദിച്ചു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെന്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്ന് ഡിസ്മിസ് ചെയ്യപ്പം ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിൻ്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിൻ്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ്, അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ. മുഹമ്മദ് അസ്ലം ചേർന്നു വിവരങ്ങൾ നൽകാൻ. അസ്ലം, PV അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ പരിശോധിക്കുക. ADGP MR അജിത് കുമാർ, ഒപ്പം മലപ്പുറത്തെ മുൻ SP സുജിത് ദാസ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ ശ്രേണിയിലേക്ക് ഒരു പേര് കൂടി വരികയാണ്, മുഹമ്മദ് റിയാസ്. എങ്ങനെ കാണണം? മുഹമ്മദ് റിയാസിലേക്ക് അദ്ദേഹം പോയ വഴി കൂടി പറയുമ്പോൾ മാത്രമാണ് നമുക്കത് അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുക. അതായത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയാൻ കഴിയാത്തൊരവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റിയാസിൻ്റെ പേരിലേക്ക് പോകുന്നത്. അതായത് ഇത് സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളായ നിരവധി പലതവണ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പല നേതാക്കളും പറഞ്ഞു താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യം പറഞ്ഞുകൂടെ എന്നുവരെ പറഞ്ഞു. എന്നിട്ട് പോലും അവർക്ക് പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് പോകുന്നത്. അദ്ദേഹം രണ്ട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയും. ഒന്ന്, അജിത് കുമാറിനെ MR അജിത് കുമാറിനെ അദ്ദേഹം സംരക്ഷിക്കുന്നത് മരുമോനെ സംരക്ഷിക്കുന്നത് പോലെയാണ് എന്നൊരു പ്രയോഗം നടത്തുന്നു. മറ്റൊരു കാര്യത്തിൽ പറയുന്നത് ഒരു റിയാസിന് വേണ്ടി മാത്രമാണോ നിയാസ് അദ്ദേഹം ആദ്യം ഉപയോഗിക്കുന്നത്, പിന്നീട് റിയാസ് ആണെന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അത് റിയാസ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു റിയാസിന് വേണ്ടിയാണോ ഈ പാർട്ടി, റിയാസിനെ സംരക്ഷിക്കാനാണോ പാർട്ടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പാർട്ടിയിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും ആക്സസ് ഉള്ളത് റിയാസിന് മാത്രമാണ് എന്ന രീതിയിൽ കൂടി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് പാർട്ടിക്കോ പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്കോ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ മന്ത്രിമാർക്ക് പോലും മുഖ്യമന്ത്രിക്ക് ആക്സസ് ഇല്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു നെക്സസ് അതിൽ പിന്നെ റിയാസ് എന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തിലെ ഉപശാല വർത്തമാനങ്ങളിൽ ഉള്ളതുപോലെ ഒരുപക്ഷെ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലപ്പോഴും ഉന്നയിക്കുന്നത് പോലെ മരുമോന് വേണ്ടിയുള്ള ഭരണം എന്ന രീതിയിൽ അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് LDF MLA വായിൽ നിന്ന് തന്നെ അത്തരം വാക്കുകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനും ഈ ഒരു വിമർശം സ്വാഭാവികമായും ഈ ഒരു വിമർശനത്തിന് ശരം അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പുറത്ത് പലരും ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പലർക്കും ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായ റിയാസിന് മാത്രമാണ് അദ്ദേഹത്തിൽ അല്ലെങ്കിൽ ഓഫീസിലൊരു പിടുത്തമുള്ളത് എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഒരു പറച്ചിലിനെ ഒരു പക്ഷേ ബലപ്പെടുത്തുന്ന രീതിയിലായി അൻവറിൻ്റെ വാർത്ത അല്ലെങ്കിൽ വാക്കുകൾ എന്ന് പറയേണ്ടി വരും. എന്തായാലും ആ ഒരു കാര്യം കൂടി ഇതുവരെയും വരാത്ത രീതിയിൽ ഒരുപക്ഷെ MR അജിത് കുമാർ അല്ലെങ്കിൽ പിന്നെ സുജിത് ദാസ് അവിടെ നിന്ന് അങ്ങോട്ട് ശശി എന്നതിൽ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് പറഞ്ഞെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് റിയാസിലൂടെ പോകുന്നത് വഴി സ്വാഭാവികമായും വലിയ പ്രത്യാഘാതമുള്ളൊരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്.